അപ്പൊ നാളെ എന്തോന്നുള്ള ഇലക്ഷനാ? എന്തോന്നുള്ള ഇലക്ഷനാ? നമ്മുടെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനോ? ലോക്സഭ. എത്ര സഭയാ ഇന്ത്യയിലുള്ളത്? 2. ലോക്സഭയും രാജ്യസഭയും. എത്ര അംഗങ്ങളുണ്ട് മൊത്തം ലോക്സഭയില്? 56. 500 ഭരണഘടനയുടെ ഭേദഗതി ചെയ്തു. 552. 545 സീറ്റാണ് ലോക്സഭയിലുള്ളത്. അതിൽ എത്ര സീറ്റിലേക്കാണ് ഇലക്ഷൻ നടക്കുന്നത്? 543. ഈ 2 സീറ്റുകൾ എടുക്കും. നോമിനേറ്റഡ് ബൈ ദ ഏത് കമ്മ്യൂണിറ്റിയിലുള്ളവരെയാണ്? അല്ലല്ല, വെരി ഗുഡ് ആൻസർ വന്നു. ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് 2 പേരാണ്. അപ്പോൾ 543 പേർക്കുള്ള ഇലക്ഷൻ 7 ഫേസസ് ആയിട്ട് ഒരു 2 മാസം കൊണ്ടാണ് ഈ പ്രക്രിയ പൂർത്തിയാകുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് നമ്മൾ എത്ര പേരെയാ ലോക്സഭയിലേക്ക് അയക്കുന്നത്? 20 എംപിമാർ, മെമ്പർ ഓഫ് പാർലമെന്റ്. അതുകൊണ്ട് നമ്മുടെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നമ്മൾ നിൽക്കുന്നത്? ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്? തിരുവല്ല അല്ല കോൺസ്റ്റിറ്റ്യുവൻസി, പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. മോളമാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസിയാണോ? അങ്ങനെ നാളെ അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. ജനാധിപത്യത്തിന്റെ നൃത്തമാണ്. നിങ്ങളുടെ വൈശാലി, കാശി ഇതൊക്കെ എന്താ? 16 അവന്തിക കണ്ടിട്ടില്ലേ? 16 മഹാജനപദാസ് ഉണ്ടായിരുന്നു. അവിടെയും റിപ്പബ്ലിക്കൻ ട്രഡീഷൻ വോട്ടിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ മനുഷ്യർക്കും, ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്, അല്ലെ സാഫ്രണൈസ്. അത് പൂർണ്ണമായിട്ട് വന്നിട്ട് ശരിക്കും ഒരു 100 വർഷം കഷ്ടിച്ചായിട്ടേ ഉള്ളൂ. സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയിട്ട് ഒരു 150 വർഷമായിട്ടേ ഉള്ളൂ. ആദ്യകാലത്ത് കാശുള്ളവർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളായിരുന്നു. ഇത്രയധികം പൈസ ടാക്സ് കൊടുക്കുന്നവർക്ക് മാത്രമേ വോട്ടവകാശം ഉള്ളായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏത് പാവപ്പെട്ടവനും ഏത് പണക്കാരനും അവന്റെ വോട്ടിന്റെ വാല്യൂ എത്രയാണ്? 1. ഞാൻ ചെയ്യുന്ന അതേ വാല്യൂ ആണ് ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് മാന്റെ വോട്ടിനും കിട്ടുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഞങ്ങൾ തിരുവല്ല YMCA ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന് വന്ന കുട്ടികളുടെ എല്ലാവരും ഞങ്ങളുടെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്, എല്ലാവരും നാളെ പോയി എല്ലാവരും നാളെ പോയി ഇവിടെ ഞങ്ങൾക്ക് ആർക്കും വോട്ടിംഗ് റൈറ്റ് ഇല്ല. എനിക്കുണ്ട്. വോട്ടിംഗ് റൈറ്റ് എത്ര വയസ്സാകുമ്പോഴാകുന്നത്? 18 വയസ്സാകുമ്പോൾ. ഇവര് വളരെയധികം ജനാധിപത്യ ബോധ്യമുള്ള ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് ആണ്. 55 കുട്ടികൾ ഇവിടെ തരംതിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പേരൻസിനോടും പറയുന്നു, ഈ നാട്ടിലെ സകല ജനാധിപത്യ വിശ്വാസികളോടും പറയുന്നു, നാളെ പോയി വോട്ട് ചെയ്യണം. നമുക്ക് ജനാധിപത്യത്തിൽ ഒത്തിരി കംപ്ലൈന്റ് കാണും, ആരും ശരിയല്ല, നമ്മളെ ശരിയല്ല എന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് ആരും ശരിയല്ല, പിന്നെ ഞാൻ എന്തിനാ വോട്ട് ചെയ്യുന്നത്, എന്റെ വോട്ട് കൊണ്ട് എന്തെങ്കിലും വിലയുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നില്ലേ? അങ്ങനെയുള്ളവരെയൊക്കെ നിർബന്ധിച്ചു വിടണം. ഈ ഒരു സിസ്റ്റമാണ് ചരിത്രത്തിൽ ജനത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ഏറ്റവും എഫക്റ്റീവ് സിസ്റ്റം. ടിൽ ദിസ് മൊമെന്റ് ഈസ് ഡെമോക്രസി, ആൻഡ് ദിസ് സിസ്റ്റം ഓഫ് ഗവേണൻസ് shall not of the people, by the people, and for the people shall not perish. ആര് പറഞ്ഞെന്നറിയോ? എബ്രഹാം ലിങ്കൺ in his which speech? ഗെറ്റിസ്ബർഗ് അഡ്രസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ സിസ്റ്റം പ്രിസർവ് ചെയ്യണം. നമ്മൾ പലപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല ഈ സിസ്റ്റത്തിൽ. പല നേതാക്കന്മാരെ ഓർത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്നാലും we have to preserve this system. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണം. നല്ല ഒരു ചോയ്സ് എടുക്കണം. പ്ലേറ്റോ എന്ന ഫിലോസഫറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 3400 വർഷങ്ങൾക്ക് മുമ്പ് പ്ലേറ്റോയുടെ ഒരു സ്വപ്നമായിരുന്നു, the rule by the philosopher king. One day we can also dream that a philosopher king will rule. അതുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ വോട്ടവകാശമുള്ള എല്ലാ പ്രിയ ചേട്ടന്മാരും ചേച്ചിമാരും മാതാപിതാക്കളും അധ്യാപകരും സുഹൃത്തുക്കളുമേ, നാളെ രാവിലെ 7 മണി തൊട്ട് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. അഭിമാനപൂർവ്വം where the mind is without fear and the head is held high. തല ഉയർത്തി ഭാരതത്തിലെ ഒരു സ്വതന്ത്ര പൗരനാണ്, എന്റെ വോട്ടവകാശം ഞാൻ ഉപയോഗിക്കും. ധൈര്യപൂർവ്വം പോയി വോട്ട് ചെയ്യുക. വിരലിൽ ആ ഒരു മഷി ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോ, ഒരു സെൽഫി എടുത്ത് സ്റ്റാറ്റസിൽ ഇടാം. അതുകൊണ്ട് നാളെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട്
ചെയ്യുന്നില്ല. എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഭാവുകങ്ങൾ നേരുന്നു. മികച്ച രീതിയിൽ മത്സരം നടക്കട്ടെ. കള്ളത്തരങ്ങളൊന്നും വേണ്ട. നമ്മുടെ കേരളം മാവേലിയുടെ നാടാണ്. കള്ളവുമില്ല, ചതിയുമില്ലാത്ത നാടാണ്. ജനവിധി ജനഹിതം തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളിവിടെ ഓൺലൈൻ മീറ്റിംഗ് ആയിട്ട് നാളെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഡാൻസ് ഓഫ് ഡെമോക്രസി, മാതാപിതാക്കൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ ജനാധിപത്യത്തിന്റെ എവല്യൂഷനെ പറ്റിയൊക്കെ ഓൺലൈനിൽ നാളെ വീട്ടിൽ ഇരുന്ന് പഠിക്കും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും ഞങ്ങളുടെ വകയായിട്ട് നേരുന്നു. നമ്മളുടെ പാർട്ടി ആ ഒരു ലൈൻസ് ഒന്ന് എഴുന്നേറ്റിരുന്ന് എല്ലാവരും എഴുന്നേറ്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. As a young citizen of India, armed with knowledge, technology, and love for my nation, I realize small aim is a crime. Small aim is a crime. Small aim is a crime. Okay, thank you. 2024 ഏപ്രിൽ മാസം 25-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 4:33 ആയിരിക്കാണ് ഞങ്ങൾ YMCA ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 4ാം ദിവസം കൺക്ലൂഡ് ചെയ്തു. ഇനി ഞങ്ങളുടെ ആദ്യത്തെ സെഷൻ തോമസ് സാറാണ് എടുത്തത്, ഡ്രമാറ്റിക് മൊമെന്റ്സ്. ഇതിനിടയ്ക്ക് 2ാം സെഷന് മുമ്പ് ലീഡർഷിപ്പ് മോട്ടിവേഷണൽ ടോക്ക് ശ്രീ അനീഷ് ബെഞ്ചമിൻ സാർ ചെയ്തു. 3ാമത്തെ സെഷൻ അനുസ്മരണീയമാക്കിയത് ഞങ്ങളുടെ റീന തോംസൺ മാഡം ആണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ അഞ്ജു എലിസബത്ത് മാഡവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് 56 പേര് ഒപ്പിട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇന്നത്തെ പരിപാടി. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നേരുന്നു. നാളെ മറ്റന്നാൾ നമ്മൾ ശനിയാഴ്ച കൊണ്ട് നമ്മുടെ പ്രോഗ്രാം തീരും. ശരി, നമ്മളുടെ മോട്ടോ എളുപ്പം പറഞ്ഞേ, സ്മോൾ എയിം ഈസ് എ